എന്താ പറഞ്ഞേ? എപ്പോഴും ലച്ചു മേടിക്കുന്ന ഫ്ലോപ്പ് ആവും. പക്ഷെ ഞാൻ മേടിക്കുന്ന നല്ല അടിപൊളിയായിരിക്കും. ലച്ചു ചായ മേടിച്ച് പൊടിച്ചായ ആയിപ്പോയി. ഐ മിസ് മൈ ഇന്ത്യൻ ചായ. ഒരു സൈഡ് സീറ്റ് കിട്ടി ഡെനാങ്ങിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റിൽ. സൈഡ് സീറ്റ് ലച്ചു കീഴടക്കി. യെസ്, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചടിക്കേറിയിരുന്നു. അങ്ങനെ മലേഷ്യയിലെ ലേ ഓവർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെനാങ്ങിലെത്തി. നമ്മളെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് പോകുന്നത് മാർബിൾ മൗണ്ടനിലാണ്. ഈ മാർബിൾ മൗണ്ടൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറി കയറി പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഈ ബുദ്ധിസ്റ്റിന്റെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് ഡെനാങ്ങിലെ ഒരു സ്പിരിച്വൽ സൈറ്റ് ആണ്. ഇവിടെ എലവേറ്റർ സൗകര്യം ഉണ്ട്. നമ്മൾ പിന്നെ സ്റ്റെപ്പ് കയറി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നുണ്ട്. അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചാറ്റൽ മഴ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കേവിനകത്ത് ബുദ്ധിസ്റ്റിന്റെ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഗൈഡ് നമ്മുടെ ഈ ചന്ദനത്തിരിയൊക്കെ തന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഇതായിരുന്നു മാർബിൾ മൗണ്ടിൽ ഏറ്റവും ടോപ്പിലത്തെ വ്യൂ. അത് ഭയങ്കര രസമായിരുന്നു. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കൊണ്ടുപോയി. നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് വിയറ്റ്നാമീസ് ഫുഡാണ് കഴിക്കാനായിട്ട് തന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് അത് കഴിച്ചു. അവിടെ നിന്ന് നമ്മളെ നേരെ ഹോയ് ആൻഡ് ഏൻഷ്യൻ ടൗണിലോട്ടാണ് കൊണ്ടുവന്നത്. അങ്ങോട്ടേക്ക് ബോട്ടിലാണ് കൊണ്ടുവന്നത്. ബോട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഗൈഡ് നമ്മുടെ ലാൻഡേൺസ് തന്നിട്ട് കത്തിച്ചിട്ട് ഒരു വിഷ് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒഴുക്കി വിടാനായിട്ട് പറഞ്ഞു. അത് നല്ല രസമായിരുന്നു. പക്ഷെ വെള്ളത്തിന്റെ കളർ ഉണ്ടോ, അവിടെ മഴ ആയതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. അവിടുന്ന് ഹോട്ടലിലെത്തി നമ്മൾ ഇന്ത്യൻ ഫുഡ് മേടിച്ച് കഴിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.